മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്ക് അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ മോശമായ ഒരു അവസ്ഥയിൽ പോലും ഒരു വ്യക്തിയോ ഒരു ഗ്രൂപ്പിനെയോ നല്ല ഒരു ഡയറക്ഷനിലേക്ക് നയിക്കാനോ സ്വാധീനിക്കാനോ കഴിയുന്ന ഒരാളായിരിക്കണം. ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. നേതാവ് എന്ന് പറയുന്നത് അങ്ങനെ അതിനെയാണ് നേതൃപാഠമെന്നും പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് ക്യാപ്റ്റനാകാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മണിക്കൂറുകളിലും നമ്മൾ കണ്ട ചില കാര്യങ്ങൾ ആവശ്യമില്ല, പലതും പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞെങ്കിലും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ അത് ജെനുവിൻ അല്ല. 100% ഞാൻ യോജിക്കുന്നു. അതിനകത്തൊരു ഒരു നേര് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ വാഗ്വാദം നടത്തുകയോ ചെയ്യാം. അതിന് ഇപ്പൊ തന്നെ ഇവിടെ ഈ ടാസ്ക് വായിച്ചു, ശരത്ത് ഇവിടെ ഒന്ന് വായിച്ചതിന് ശേഷം രണ്ടാമത് ഒരിക്കൽ കൂടി വായിച്ചു. എന്നിട്ട് ആദ്യം ഈ ടാസ്ക് ചെയ്യാമെന്ന ആളിന് മൊത്തം കൺഫ്യൂഷനാണ്. ഞാൻ ഈ ഇതെടുത്ത് വരണോ അതോ കോട്ടൺ എടുത്ത് വായി വെക്കണോ അതോ പിന്നെ അതെടുത്ത് ചെയ്യണോ, മൊത്തം കൺഫ്യൂഷനാണ്. അത് 25 പ്രാവശ്യം പിന്നെ എക്സ്പ്ലെയിൻ. അതായത് ഒരു കാര്യം ശ്രദ്ധിക്കുകയല്ല, അതിനപ്പുറം വേറെ ചില കാര്യങ്ങൾ ആർക്കൊക്കെ ഇട്ട് അവന് അനാവശ്യമായ ഇഷ്യൂസ് ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയത്. 2 ദിവസമായിട്ട് നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ തോന്നിയ ഒരു കാര്യങ്ങളാണ്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പൊ ഒരു ലീഡർഷിപ്പിലേക്ക് വരണമെങ്കിൽ വേറെ ക്വാളിറ്റീസ് ഉണ്ട് എന്നും കൂടെ ഓർമ്മിക്കുകയും മാത്രമല്ല, അതുകൊണ്ട് അനീഷ് ഒരു മോശം കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾക്ക് വേറെ വേറെ നല്ല ക്വാളിറ്റീസും ഉണ്ട്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.